നമസ്കാരം, ന്യൂസ് 1 TV വാർത്തയിലേക്ക് സ്വാഗതം. താലൂക്ക് NGO അസോസിയേഷൻ 49ാമത് വാർഷിക സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തടൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് എൽദോ വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ EP ജയൻ, തോമസ് ഹെർബിറ്റ്, ഷാജി സലീം, ഷിനോയ് ജോർജ്, KN ഔഷാദ്, TV ജോമോൻ, രസീത പ്രതാപൻ, RV അശ്വതി, B ധന്യ, വിനോജ് അനിരുദ്ധൻ, NA ജയശങ്കർ, PK മുഹമ്മദ് കുഞ്ഞ്, ബേസിൽ ജോസഫ്, MD സേവ്യർ, KY എൽദോസ്, മനോജ് വാര്യർ, ശൈലജ ശിവൻ, റൈജു തര്യൻ, V ബിന്ദു, ജിബി മാത്യു, മാർക്കോസ് ഏലിയാസ് എന്നിവർ സംസാരിച്ചു. 25,000-30,000 സർക്കാർ സർവീസിൽ 30 ജോലികൾ കിട്ടുന്നു. ആ സ്ഥാനത്ത് 6 വർഷം PSC മെമ്പറായി വലിയ ശമ്പളം വാങ്ങി വലിയ സംവിധാനം നടക്കുന്ന ആളുകൾക്ക് 90,000, 1 ലക്ഷത്തിന് മേളിൽ 1.5 ലക്ഷം രൂപ വരെ പെൻഷൻ കിട്ടുന്ന സംവിധാനം ഉണ്ടാക്കുകയാണ്. 2.4 ലക്ഷം രൂപയാണ് PSC ചെയർമാന് പെൻഷൻ 6 വർഷക്കാലം ജോലി ചെയ്തത്. അപ്പൊ അതുപോലെ ഇങ്ങനൊരു എന്താ പറയാ, എല്ലാ തലത്തിലും കുറെ ആളുകളെ കുത്തി നിറച്ച് ഈ സംവിധാനം മുഴുവൻ ഇവരുടേതാക്കി മാറ്റി ഇങ്ങനെ ദൂർത്തും മാറപ്പാടുമായി ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ കഴിയും. ആ നിലയുള്ള അതിശക്തമായിട്ടുള്ള പ്രചരണ പരിപാടികൾ നടത്തണം. നമുക്ക് മുഴുവൻ ഇപ്പൊ ജീവനക്കാരൊക്കെ നമുക്ക് നമ്മളോട് സംസാരിക്കുന്ന ജീവനക്കാരൊക്കെ CPM അനുഭവത്തിലുള്ള ആളുകൾ ഉൾപ്പെടെ അവരുടെയൊക്കെ മനസ്സിൽ വലിയ ദേഷ്യമാണ്. പക്ഷെ ഈ പിണറായി വിജയന്റെ ഏകാധിപത്യത്തിനെതിരായി പറയാൻ പഠിക്കുന്നതുകൊണ്ടാണ്, അതിലൊക്കെ ഒരു ബദൽ രൂപപ്പെട്ട് വരാത്തതുകൊണ്ട് മാത്രമാണ് പിണറായി വിജയൻ ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. അതിലൊരു ബദലായി ഇതിനെ പിണറായി വിജയനെതിരെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരു നേതാവ് CPM ഉണ്ടായിരുന്നെങ്കിൽ ആ CPM പാർട്ടി രണ്ടായി മാറും. അതുപോലെ ദാർഢ്യമാണ് മുഖ്യമന്ത്രിക്ക്. ഇത്ര ഇവരെ ഇടതുപക്ഷ ഹൃദയപക്ഷമാണെന്ന് പറഞ്ഞ കുറിലോസ് തിരുമേനിയാണ് ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോഴേക്കും ആ തിരുമേനി വിവരദോഷിയാണ്. അങ്ങനെ ഈ നാട്ടിൽ അഹങ്കാരത്തിന്റെയും എന്താ പറയാ ദൂർത്തിന്റെയും സ്വജനപക്ഷപാതത്തിന്റെയും ഒക്കെ കേന്ദ്രമായി കേരളത്തിന്റെ എല്ലാ മേഖലയും മാറ്റുന്ന ഒരു നെറികെട്ട ഗവൺമെന്റിനായിട്ടുള്ള വലിയ പ്രതിഷേധം ഉയരുമ്പോൾ നിങ്ങളെ ഇത്രയും പേരെങ്കിലും നമ്മുടെ അനുഭവം ചേർന്ന് നിൽക്കുന്നത് വലിയ സന്തോഷകരമാണ്. ഞാൻ നിങ്ങളെ പ്രത്യേകമായി ഹൃദയത്തോട് ചേർത്ത് കാര്യം ഒരുപാട് പ്രതിസന്ധി നേരിടുന്ന 8 വർഷമായി ഭരണമില്ലാതിരിക്കുന്ന ഒരു സംസ്ഥാനത്ത്, അതോ ജീവനക്കാരെ പ്രതികാരത്തോടുകൂടി മാത്രം നോക്കിക്കാണുന്ന ഒരു ഗവൺമെന്റ് ഭരിക്കുമ്പോൾ നിങ്ങൾ കോൺഗ്രസിന്റെ അനുഭാവികളാണെങ്കിൽ കോൺഗ്രസിന് അനുകൂല NGO അസോസിയേഷന്റെ ഭാഗമാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് പരസ്യമായി ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ നിങ്ങളെ പ്രത്യേകമായി ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം നിങ്ങളുടെ ഒരു മനസ്സ് പരസ്യമായി ഈ പ്രസ്ഥാനത്തിനൊപ്പം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഈ മനസ്സ്, അത് ഞങ്ങൾക്കെല്ലാം വലിയ ആവേശം. ജീവനക്കാർക്ക് വേണ്ടി ശബ്ദിക്കാൻ എന്നും NGO അസോസിയേഷന്റെ ശബ്ദമാണ് ഉണ്ടായത്. അതിന്റെ വ്യക്തമായ ഒരു തെളിവാണ് ഇപ്പൊ ജയകുമാർ സാർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ ഇവിടുത്തെ പോസ്റ്റ് ലോട്ടുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ജീവനക്കാരുടെ പോസ്റ്റ് ലോട്ടുകൾ എണ്ണിയപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് UDF-നാണ്. അത്രമാത്രം ഇവിടുത്തെ ജീവനക്കാർ വെറുത്തു കഴിഞ്ഞു. യൂണിയന്റെയും കൗൺസിലിന്റെയും ഒക്കെ കൂട്ടത്തിലുള്ള ആളുകൾ മനസ്സുകൊണ്ട് വെറുത്ത് അവർ UDF വോട്ട് ചെയ്തു. കേരളത്തിലെ ജീവനക്കാർ ഇത്രയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും അവർക്ക് വേണ്ടി ഒന്ന് ശബ്ദിക്കാൻ പോലും തയ്യാറാകാതെ ഇപ്പോൾ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ NGO യൂണിയന്റെ എന്ത് അജണ്ടയാണ് അവർക്ക് വയ്ക്കാനുള്ളത്? എന്ത് പ്രമേയമാണ് അവർക്ക് പാസ്സാക്കാനുള്ളത്? ജീവനക്കാർക്ക് വേണ്ടി വാ തുറക്കാൻ അവർ തയ്യാറില്ല. ഇപ്പോഴും അടിമകളായി നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ NGO അസോസിയേഷന്റെ 49ാമത് സമ്മേളനം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ജീവനക്കാർക്ക് വേണ്ടി ഒട്ടേറെ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമുള്ള ഒരു മുന്നൊരുക്കത്തിലാണ് ഇപ്പോൾ ഈ സംഘടന പോയിക്കൊണ്ടിരിക്കുന്നത്.